ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ നടത്തിയ നിർണായക ശ്രമങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രസേവനത്തിന് അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തി കോൺഗ്രസ് എംപി ശശി തരൂർ. ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായി രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഉയർന്നുവന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നതായി ജില്ലാ കളക്ടർ. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ആക്സിയം 4 ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ നടത്തിയ നിർണായക ശ്രമങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനം നടത്തി തിരിച്ചെത്തിയ പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. പര്യടനത്തിന്റെ വിശദാംശങ്ങൾ സംഘാംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയും ഭീകരവാദ ഭീഷണി ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പ്രതിനിധി സംഘത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ശബ്ദം ആഗോളതലത്തിൽ ഉയർത്താൻ സാധിച്ചതിൽ രാജ്യം അഭിമാനിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എംപിമാരടക്കം 50 പ്രതിനിധികൾ ഉൾപ്പെട്ട 7 സർവകക്ഷി സംഘങ്ങൾ 33 രാജ്യങ്ങളിലാണ് പര്യടനം നടത്തിയത്. രാഷ്ട്രസേവനത്തിന് അവസരം നൽകിയതിന് കോൺഗ്രസ് എംപി ശശി തരൂർ പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തി. അമേരിക്ക ഉൾപ്പെടെ 5 വിദേശ രാജ്യങ്ങളിലാണ് ശ്രീ തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിജയകരമായി പര്യടനം നടത്തിയത്. He saw this as an opportunity to thank the delegations for their service, and he was very pleasant. He spent more than an hour with all of us. It was not a formal meeting at all. There were no formal speeches, or even those of us who had given him our reports on the trip did not present those reports or speak to them particularly, but it was a good, lively, informal conversation. സുസ്ഥിരതയും സുദീർഘ കാഴ്ചപ്പാടുകളും മുൻനിർത്തിയുള്ള നൂതനമായ അടിസ്ഥാന സൌകര്യ വികസനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പര്യാപ്ത ഇന്ത്യയ്ക്കായുള്ള വികസന അടിത്തറയാണ് ഇതിലൂടെ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിസ്ഥാന സൌകര്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 11 വർഷങ്ങൾ സാക്ഷിയായത്. റെയിൽവേ, ദേശീയപാത, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയിലൂടെ സമസ്ത മേഖലകളിലും അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. 2029 രാജ്യത്ത് 3 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ദേശീയ സുരക്ഷയും ഭീകരതയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2029 രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 50,000 കോടിയിലെത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയായി ഉയർന്നു. ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായി രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഉയർന്നു വന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചതെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തിന്റെ മൂലധന ചെലവ് വളരെയധികം വർദ്ധിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2024-25 കാലയളവിൽ ഇത് 11.2 ലക്ഷം കോടി രൂപയിലെത്തിയതായും മോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടിൽ നിർണായക വളർച്ച രേഖപ്പെടുത്തി. 59,000 കിലോമീറ്റർ ദേശീയപാതയും 37,500 കിലോമീറ്ററിലധികം റെയിൽപാതയുമാണ് രാജ്യത്ത് പുതുതായി നിർമ്മിച്ചതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ ലോക ശ്രദ്ധ നേടിയതായും അദ്ദേഹം വ്യക്തമാക്കി. ആക്സിയം 4 ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ലിക്വിഡ് ഓക്സിജൻ സംവിധാനത്തിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. തകരാർ പരിഹരിച്ച ശേഷം വിക്ഷേപണത്തിനുള്ള പുതിയ തീയതി പ്രഖ്യാപിക്കും. ഇന്ത്യൻ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത്. ISRO, ആക്സിയം, സ്പേസ് എക്സ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിക്ഷേപണം മാറ്റിയതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ആഗോളതലത്തിലെ മികച്ച നിക്ഷേപക ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 10ാം സ്ഥാനം നിലനിർത്തിയതായി കോളിയേഴ്സ് റിപ്പോർട്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ സുപ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിയൽ എസ്റ്റേറ്റ് വിപണി സാധ്യതകളും അടിസ്ഥാന സൌകര്യ വികസനത്തിന് അനുകൂലമായ നയരൂപീകരണവും ഇതിന് ആക്കം കൂട്ടിയതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നതായി ജില്ലാ കളക്ടർ VR വിനോദ്. വോട്ടെടുപ്പ് സുതാര്യമായും ഭയാശങ്കകളില്ലാതെയും നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1100-ൽ താഴെയാകുന്ന തരത്തിൽ പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വ്യക്തമാക്കി. സുതാര്യമായിട്ടും ഏതെങ്കിലും ഭയാശങ്കകളില്ലാതെ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ടർമാരുടെ എണ്ണം പോളിംഗ് സ്റ്റേഷനിൽ കുറവായതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്യൂ ഫോം ചെയ്താലും ബുദ്ധിമുട്ടില്ലാത്ത രീതി വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതോടൊപ്പം ഭയശങ്കകളില്ലാതെ പോളിംഗ് നടത്തുന്നതിന് വേണ്ടി പോലീസ് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോലീസ് ഫോഴ്സ് അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൽ ആകെ 14 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നും ഈ ബൂത്തുകളിൽ കർശന സുരക്ഷാ സംവിധാനം ഒരുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് അറിയിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി തുടരുകയാണ്. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി കെടുത്തി. രക്ഷാദൌത്യം തുടരുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു. കാണാതായ 4 പേർക്കായി ഊർജിതമായ തെരച്ചിലും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിലവിൽ കപ്പലിന്റെ മധ്യഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാണെങ്കിലും മുൻവശത്ത് തീ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ തീയണക്കാനും ഒരു കപ്പൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ പതാകയുള്ള MV വാൻഹായ് 503 എന്ന ചരക്ക് കപ്പൽ ബേപ്പൂർ തുറമുഖത്തിന് ഏകദേശം 76 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിലാണ് അപകടം സംഭവിച്ചത്. ബേപ്പൂർ തീരത്ത് നിന്ന് മാറി തീപിടിച്ച കപ്പലിൽ നിന്നും കടലിലോ കടൽ തീരത്തോ എണ്ണ ചോർച്ചയ്ക്കും തുറന്നുള്ള മലിനീകരണ സാധ്യതയും കണക്കിലെടുത്ത് ജില്ലാതല പൊല്യൂഷൻ റെസ്പോൺസ് PR ടീം ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും എടുക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 6 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് നാളെ മുതൽ ഈ മാസം 14 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7121 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 8573 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ 2223 പേരാണ് ചികിത്സയിലുള്ളത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന യോഗാ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി ഇതിനകം 50,000-ത്തിലധികം സംഘടനകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. രാവിലെ 6:30 മുതൽ 7:45 വരെയാണ് രാജ്യത്തുടനീളം ഒരേ സമയം യോഗാ സംഗമം സംഘടിപ്പിക്കുന്നത്. ഏകഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. 1 ലക്ഷം സ്ഥലങ്ങളിൽ യോഗാ സംഗമം സംഘടിപ്പിക്കാനാണ് ആയുഷ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചതിരിഞ്ഞ് 3:30-ന് കളി ആരംഭിക്കും. 2026 ഫിഫ ലോകകപ്പ് യോഗ്യത സ്വന്തമാക്കി ബ്രസീലും ഇക്വഡോറും. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ പരാഗ്വയ്ക്കെതിരെ നിർണായക വിജയം നേടിയാണ് ബ്രസീൽ യോഗ്യത ഉറപ്പിച്ചത്. പെറുവിനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി ഇക്വഡോർ ലോകകപ്പ് യോഗ്യത നേടുകയായിരുന്നു. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ 2ാം റൌണ്ടിൽ ഇന്ത്യയുടെ സീനിയർ പുരുഷ ടീം ഹോങ്കോങ്ങിനോട് പരാജയപ്പെട്ടു. ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു തോൽവി. ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ പെരേരയാണ് ഹോങ്കോങ്ങിന്റെ വിജയഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ സിംഗപ്പൂർ ബംഗ്ലാദേശിനെ 2-1 പരാജയപ്പെടുത്തി. അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിലെ വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പ്രത്യേക രൂപരേഖ തയ്യാറാക്കാൻ ധാരണ. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ലണ്ടനിൽ 2 ദിവസമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ നടത്തിയ നിർണായക ശ്രമങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രസേവനത്തിന് അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തി കോൺഗ്രസ് MP ശശി തരൂർ. ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായി രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഉയർന്നു വന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നതായി ജില്ലാ കളക്ടർ. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ആക്സിയം 4 ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.